ക്ലാസ് വിത്ത് നെക്സ്റ്റ് ഐറ്റി. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് CPMന്റെ ഒരു റിവീലറി വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്നൊരു നല്ല കാര്യത്തിന് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നല്ല ദൂരം ഉണ്ട്, മാത്രമല്ല എന്റെ BMW പോകുന്നത്. നമ്മുടെ ഈ വീട്ടിൽ വന്നിരിക്കാൻ മെയിൻ കാരണം ഈ വീട്ടിൽ മെയിൻ കാര്യമായിട്ട് നിൽക്കാൻ കാരണം ഇവിടുന്ന് കുറച്ച് അടുത്തുമാണ്. മാത്രമല്ല മറ്റേ വീട്ടിലാണെങ്കിൽ വിന്റർ സീസൺ തുടങ്ങുകയും ചെയ്തു. ഇനി അവിടെ പോയാൽ ചുമ പിടിച്ച് പനി പിടിച്ച് ഇറങ്ങേണ്ടി വരും. വേറൊന്നുമില്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ സർപ്രൈസ് ആണ്, പുതിയ കാർ. അപ്പൊ അത് നമ്മൾ ഇന്ന് എടുക്കാൻ പോവുകയാണ്. ഒരു SUV ആണ്. അപ്പൊ എന്റെ കാർ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന്. സംഭവം പറഞ്ഞില്ല, എന്റെ കാർ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഇറക്കിക്കൊണ്ട് വന്നേ. ഇനിയും ഫുൾ ആയിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്റെ വണ്ടി ഇറക്കിയിട്ട് ക്രാസോന്റെ വണ്ടി കയറ്റും. അതെ. അപ്പൊ ക്രാസോ കേറിക്കോ. ഇവിടുന്ന് നല്ല ദൂരം പറഞ്ഞ നല്ല ദൂരം ഉണ്ട്. ആരാ ഓടിക്കണേ? ഞാൻ ഓടിക്കണോ? അല്ല വേണ്ട, ബ്രോ ഓടിക്കട്ടെ. നല്ല ദൂരം തന്നെ ഉണ്ട്. അതായത് ഡെസേർട്ട്, മൗണ്ടൻ, പിന്നെ സിറ്റി വണ്ണ് എല്ലാം കടന്നിട്ടാണ് നമ്മൾ ആ ഒരു ട്രോപ്പിക് എന്ന് പറഞ്ഞ ഏരിയയിൽ എത്തുക. അപ്പൊ നല്ല അവിടെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പൊ ഡെലിവറി ഇല്ല. ബിക്കോസ് അവിടെ നിന്ന് ഇങ്ങ് വരെ വരുമ്പോ അതിനെക്കാട്ടിലും വണ്ടി എടുക്കുന്നതിന്റെ ക്ലോസ് റേഞ്ചിൽ തന്നെ ഡെലിവറി ചാർജ് മുടിക്കേണ്ടി വരും. അതാണ്. സോ അവിടെ പോയി എടുക്കുമ്പോ വേറൊരു ഫീലും കിട്ടും. പിന്നെ വണ്ടി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട സംഭവമാണ്. എടുക്കുകയും ചെയ്ത് ഒരു വട്ടം ഓടിച്ചു നോക്കി. പിന്നെ വണ്ടിയുടെ വർക്കുകളും ആ ഷോറൂമിൽ തന്നെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വണ്ടി കൈ കിട്ടാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഞങ്ങൾ ഒന്നൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒന്ന് ഓടിച്ചു നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ഉണ്ട്. അപ്പോൾ വണ്ടി ഏതാണെന്ന് നിങ്ങൾ കാണുക. അതായത് തമ്പനയിലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. തമ്പനയിൽ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഫുള്ളും കാണണം, എന്നാലേ ഏതാ വണ്ടിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ വണ്ടിയാണ് കൊടുക്കുന്നത്, ഈ BMW കൊടുക്കുന്നത്. അതെ, BMW ഷോറൂമിന്റെ മുമ്പിൽ കിടക്കുന്നതായിരിക്കും എൻ്റെ ഒരു തമ്പനയിലുള്ള ഐഡിയ. ചിലപ്പോൾ അതായിരിക്കില്ല, മാറും, അറിയില്ല. എന്നാലും ഇപ്പൊ നമ്മൾ ഹൈവേയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോവാണ്ട് അല്ലേ? കുറച്ചെന്ന് വെച്ചാ ഒരു 3.5 മണിക്കൂർ യാത്ര ഉണ്ട്. 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ. ഇപ്പൊ നമ്മള് BMW പിന്നെ നമ്മള് BMW പോകുന്നോണ്ട് അഡ്വാൻറ്റേജ് എന്താണ്ട് ചിലപ്പോ 3 മണിക്കൂർ കവർ ചെയ്തെത്തും അല്ലേ? അതെ, ട്രാഫിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ BMW ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 4.5 മണിക്കൂറൊക്കെ എടുക്കും. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഷോറൂം എത്താറായിരുന്നല്ലോ. നിങ്ങള് പുറത്തുവഴി കയറി വന്നോണ്ടാണ് ഈ ബാക്ക് എൻട്രൻസ്. അത് ഞങ്ങള് പെട്ടെന്ന് എത്താൻ വേണ്ടി അല്ലേ. ഇതാണ് ട്രോപ്പിക് പറഞ്ഞ ഏരിയ. ഇത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഏരിയ എന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഏരിയ കണ്ടില്ല. ഇത്രയും ട്രോപ്പിക്. ഞാൻ പാർക്കിങ്ങിലോട്ട് ഇടാം. നെക്സ്റ്റ് പകുതി മൗണ്ടൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡ്രൈവിംഗ് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. കാണാൻ പറ്റിയില്ല, അതിന് മുമ്പേ വളച്ചെടുത്ത്. ഓക്കെ, സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എന്നാലും വണ്ടി ഇങ്ങോട്ട് തന്നെ പാർക്ക് ചെയ്തിടാം. റിവേഴ്സ് എടുത്ത് വെറുതെ മെനക്കിടണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് പാർക്കിംഗ്. ഇന്ന് വേറെയും കുറേ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി നമ്മുടെയാണ് കുറച്ച്, കാരണം നമ്മൾ കുറേ മുമ്പ് പറഞ്ഞു വെച്ചാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഷോറൂമിൽ കാണിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് നടന്നു വന്നേ. നമുക്ക് ഈ വഴി കയറണോ? ഈ വഴി കയറാം. ഓക്കെ, വാ. അത് സർവീസ് ഏരിയ ആണ് ബ്രോ. ഓക്കെ, ചെറുതായിട്ട് എൻ്റെ ക്യാമറയിൽ വന്നു, കുഴപ്പമില്ല. ശ്രദ്ധിച്ച് കാണത്തില്ല എന്ന് വിചാരിക്കാം. അതെ അതെ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം മാറിയോ എന്നൊരു ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കറങ്ങി വരണമായിരുന്നു. അയ്യോ, ഇവിടെ നിർത്തായിരുന്നു ബ്രോ. കുഴപ്പമില്ല ബ്രോ, എന്തായാലും വണ്ടി അവിടെ നിർത്തിപ്പോയി. ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഷോറൂമിൽ ഏറ്റവും മികച്ചതും ഏറ്റവും ഫീച്ചറിസ്റ്റിക് ആയിട്ട് പണിഞ്ഞ ഏറ്റവും നല്ല ഡെലിവറി ഒക്കെ കൊടുക്കുന്ന ഒരു ഷോറൂമാണിത്. ഇവിടെ എല്ലാ ദിവസവും മിനിമം 1000 കൂടുതൽ പേര് വരും. ഓക്കെ, അപ്പം ഇവിടെ 1000 കൂടുതൽ പേര് ഒരു ദിവസം വരുന്നയാ. അത് കാരണം മിക്കാണ്. ഞാനും കൂടെ വരട്ടെ. 3, 2, 1 ആദ്യം കയറാം. നേരെ കിടക്കുന്നത് പുതിയ
മോനിക്കുട്ടറെ അവിടെ കാറ്. ഓ കണ്ടല്ലോ, വർക്കെല്ലാം കാണിച്ചു നെക്സ്റ്റ്. അപ്പോഴത്തേക്ക് ഞാൻ ബില്ല് പേ. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത്ര കൂടി പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? അതെന്താ കുഴപ്പം? നിങ്ങൾ എന്തോ ഈ പറയുന്നു? ഇത്ര പൈസ ഒന്നും കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല വണ്ടിക്ക്. ഇതെന്തോ ഇത് ഇത്ര മോഡിഫൈ ചെയ്തെന്ന് പറഞ്ഞ് ഇത്ര പൈസ ചോദിക്കുന്ന എന്താ ബ്രോ? ബ്രോ ഇവര് ഇതായിട്ട് ബ്രോ, ഇവന്മാർ ഇത്ര വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുന്നത് 140 കോടി. ഈ വണ്ടി വില ആകെ വരുന്നത് 2 കോടിയാ. 140 കോടി ഈ വണ്ടിക്കാ? 140 കോടി ഈ വണ്ടിക്ക്? ഈ വണ്ടിയുടെ ഒറിജിനൽ പ്രൈസ് തന്നെ എത്ര രൂപയാ? 2 കോടി 3 കോടി ആ റേറ്റ് വരും. കുറച്ച് സ്റ്റിക്കർ തന്നെ അടിച്ചിട്ടുള്ളൂ, അതിന് 140 കോടിയാ? 140 പറ്റില്ല. എങ്ങനെ പോയാലും ഒരു 10 കോടി തികച്ചു വരും. പറ്റുമോ? 20 കോടി പറ്റൂ? ഇല്ലടോ, പറ്റില്ലടോ. തന്റെ വണ്ടി ഞാൻ മിക്കവാറും അടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ. തനിക്ക് ആകെ തന്നത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള വർക്കല്ലോ. അതെന്താണോ തനിക്ക് ഇറക്കാൻ പറ്റാത്തത് ഇത്രയ്ക്കും? നെക്സ്റ്റോ ഇനി ഒന്നും നോക്കാനില്ല. 20 കോടി അവിടെ വെക്കുക, ഇറങ്ങുക, വണ്ടി കയറി. അത് കൊടുത്തോണ്ടിരുന്നു. നെക്സ്റ്റോ വണ്ടി കയറി, സമയം വിട്. സമയം നെക്സ്റ്റോ ഡ്രൈവ് ചെയ്ത് വന്ന് വണ്ടി കയറി പെട്ട് കയറും. തരാതെ വണ്ടി എടുക്കണോ? ആ കയറി കയറി പൊട്ടോ പൊട്ടോ. ഇയാളെന്തൊരു മണ്ടനാണ്. വണ്ടിയൊക്കെ പോണത് കണ്ടിട്ട് നോക്കി നിക്കാനേ പറ്റൂ. കാരണം എന്താ വെച്ചാ അത്ര വിലയൊന്നും അതിന് കള്ളം പറഞ്ഞു. ബ്രോ വേഗം ബ്രോയുടെ വണ്ടി എടുക്കും. ഓക്കെ ഓക്കെ ബ്രോ, ഈ വണ്ടി വേണം. ഞാൻ ഇറങ്ങി ഓടും. ബ്രോ ആ വണ്ടി എടുത്ത് വിട്ടോ, ഞാൻ പറയാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബ്രോയുടെ BMW എടുക്കാം, ബ്രോ ഇതെടുത്തോ. വേണ്ട ബ്രോ, BMW എടുക്കാം. ബ്രോ ഇതെടുത്തോ. നമ്മളെ പിടിക്കാൻ വേണ്ടി കുറച്ചു പേര് വരുന്നുണ്ട്. വീട് ബ്രോ, വണ്ടി എനിക്ക് റിവേഴ്സ് എടുത്ത് വരാനുള്ള. ഓ വേം വാ ബ്രോ, നമ്മള് പെട്ടു. ഞാൻ വേറെ വഴി വിടുവേ. ഞങ്ങൾ അവിടുന്ന് കുറെ ദൂരത്ത് കെതിച്ച് ഓടിയാണ്. അങ്ങേര് പറയുന്ന വില ഈ ലോകത്തില്ലാത്ത വിലയാണ്. അത് ഓൺലൈനിൽ കണ്ടപ്പം ഇത്ര 10-15 കോടിയും കണ്ട ഇനി ടോട്ടലി വന്നല്ലോ, സ്റ്റിക്കർ വർക്കുകൾ ഉൾപ്പെടെ. അങ്ങേര് പറയാൻ 140 കോടിന്നൊക്കെ. 140 കോടി? ഈ വണ്ടി ഞങ്ങൾ വാങ്ങിച്ചത് എത്ര ഓടിക്കാ ബ്രോ? 2-3 കോടി. 1.5 കോടി ഞാൻ, 1.5 കോടി ക്രാസോയും. സ്റ്റിക്കറിംഗ് വർക്ക് എല്ലാം കൂടി ചേർത്ത് 10 കോടി. 5 കോടി ഞാനും, 5 കോടി ക്രാസോയും. അത് പക്ഷെ ഞങ്ങൾ 20 കോടി കൊടുത്തു, എന്നിട്ട് അവര് 180 കോടി പറയുന്നു. വണ്ടി എടുത്ത് പോകും. അവര് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോ അവര് പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു. അവര് കുറെ പേരൊക്കെ ഇറങ്ങി. ഇവ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവര് വലിയ പവറില്ലാത്ത ടീമാണ് ഈ ട്രോപ്പിക്കില്. ഇവിടുത്തെ പോലീസിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ പോലീസ് അങ്ങനത്തെ ആൾക്കാരാ. പിന്നെ ഞങ്ങളെ ഒന്നും ചെയ്യാനേ പറ്റത്തില്ല, കാരണം ഞങ്ങൾ അത്രയ്ക്ക് തകർന്നു. അതെ അതെ. പിന്നെ ഈ ട്രോപ്പിക്ക് പറഞ്ഞ സ്ഥലം നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ അവന്മാർ ഈ സ്ഥലത്തിന്റെ മാനം കളയുന്ന എനിക്ക് തോന്നണേ.
ബ്രോ എനിക്ക് എന്നെ ഒരാൾ കോൾ വിളിക്കുന്നു, ഞാൻ ഒന്ന് എടുത്തു നോക്കട്ടെ. എടാ ഫോൺ ആരെയാ നോക്ക്. ഞാൻ നോക്കി, ആരോ ആണ്, അൺനോൺ ആണ്. ഹലോ ഹലോ, എന്താ, ആരാ? നിങ്ങൾ ഇപ്പോൾ ഒരു റേഞ്ച് റോവർ വാങ്ങിച്ചിരുന്നില്ലേ? വാങ്ങിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ആ വണ്ടിക്ക് വെറും 20 കോടിയാണല്ലോ കൊടുത്തത്. ആ വണ്ടിയുടെ ശരിക്കത്തെ വില എത്ര രൂപയാ? 180 കോടി. നിങ്ങൾ എന്ത് 180 കോടി കൊടുക്കാതെ 20 കോടിക്ക് വണ്ടി ഇറക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളിപ്പോൾ ട്രോപ്പിക്കിൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണല്ലേ. ഞങ്ങൾ നിങ്ങളുടെ സ്ഥലം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തോട്ട് എത്ര വേഗം എത്തിച്ചേരുന്നു. സറണ്ടറായി മര്യാദക്ക് പൈസ തന്നു, ഇല്ലെങ്കിൽ ട്രോപ്പിക് പോലീസ് ആരാണ് നിങ്ങൾ അറിയാം. താനൊന്ന് നിർത്തുന്നു. ട്രോപ്പിക്കിലെ പോലീസ് താൻ ആരോടാ കളിക്കുന്നതെന്നറിയാവോ? സിറ്റി വണ്ണില് ഏതൊരു പോലീസ്, അതായത് നിങ്ങളുടെയൊക്കെ തലവരാണ് സിറ്റി വണ്ണിരിക്കുന്ന പോലീസ്. അവര് പോലും വിചാരിച്ചിട്ട് പിടിക്കാൻ പറ്റാത്ത ഞങ്ങളെയാണ് നിങ്ങൾ പിടിക്കാൻ പോകുന്നത്. ഒന്ന് പോടോ താൻ. കാട്ടി ഇപ്രാവശ്യം ഇവിടുത്തെ പോലീസ് മേധാവിയാ. ഇപ്രാവശ്യം ഇവിടുത്തെ പോലീസ് അത് ഇവിടുത്തെ പോലീസാണോ അതോ ആ കാർ ഷോറൂമിൽ ഓണറാണോ നടന്നൂടാ. എന്തായാലും ഞാൻ നല്ല കൊടുത്തു കിട്ടി. എന്താണ് അമ്മരെന്താ പറഞ്ഞേ? പൈസ വേണമെന്നാ? അവന്മാർക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടി. നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുണ്ട്, ഇപ്പൊ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മുടെ ഹിസ്റ്ററി മൊത്തത്തിലങ്ങ് പറഞ്ഞു കൊടുത്തു. അയ്യോ എടാ, ഒരു പോലീസിന്റെ സൗണ്ട് ഇല്ലേ കേൾക്കണേ? അതെ, ഇപ്പൊ സ്ഥലം വിടുന്ന നല്ലത്. വണ്ടി ഇടറാ, പണി കൂടുതൽ പാളി. സമയം നിൽക്കണ്ട. പക്ഷെ എന്തായാലും അമ്മമാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാരാണ്? നമ്മൾ സിറ്റി വണ്ണിലെ ഇവിടെ നമ്മുടെ ഗ്യാങ്സ്റ്റേഴ്സ് ഇല്ലേ, അവന്മാരെ വിളിച്ച് സംഭവം പറ. അവന്മാരത്ത് പറ ഏത് പോലീസിനെ കണ്ടാലും പിടിച്ച് വെട്ടിട്ടോ. നോക്കണ്ട. ആ, ഞാൻ വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ട് ബ്രോ. ഹലോ ജാക്സൺ. പറ ബ്രോ. എടാ ജാക്സണേ, നീ ഇപ്പൊ ട്രോപ്പിക്കിലുണ്ടാ? നമ്മള് പിള്ളേരൊക്കെ ഉണ്ട്. എന്താ സംഭവം? എന്താ? എടാ ജാക്സണേ, ഞാൻ പുതിയ വണ്ടി എടുക്കണ കാര്യമൊക്കെ പറഞ്ഞില്ലേ? പുതിയ റേഞ്ച് റോവർ അല്ലേ? എടാ അവിടുത്തെ ഷോറൂം 150 കോടി തരണം പറഞ്ഞു. 150 കോടിയാ ഒരു റേഞ്ച് റോവറിനാ? സംഭവം വണ്ടിക്ക് 10 കോടിയുടെ പണിയേ ഉള്ളൂ. ഞങ്ങൾ 20 കോടി കൊടുത്തിട്ട് അവർക്ക് മതിയായില്ല. അവർ 150 കോടി തന്നെ വേണമെന്ന്. അയ്യോ, 150 കോടി തന്നെ വേണമെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ പോലീസ് ക്രാസോനെ വിളിച്ചിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നൊക്കെയാ പറയണേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ വെയിറ്റ്. ഞങ്ങളിതാ പോലീസുകാരിപ്പോ കൊല്ലും. ട്രോപ്പിക്കിലെ പോലീസുകാരനല്ലേ, അവന്മാർക്ക് തേങ്ങ അറിയാൻ പാടില്ല. അവന്മാര് ട്രാക്ക് ചെയ്തു എന്നൊക്കെ പറയും, പക്ഷെ അവന്മാർക്ക് ഒന്നും കളിക്കാനൊന്നും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല. അവന്മാർക്ക് കള്ളനെ പിടിക്കാനൊന്നും പറ്റിയ പണിയല്ല. അണ്ണം പേടിക്കണ്ട. ഈ പാരകള് നിങ്ങളെ തൊട്ട ഞങ്ങളുണ്ട്. ആടാ, നീ ക്രാസോനെ വിളിച്ച് ചോദിക്ക്. ശരിയണ്ണ. ഹലോ ബ്രോ. എടാ അയ്യോ ബ്രോ, ഞാൻ ജാക്സനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ ചിലപ്പോൾ ഇപ്പം നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുന്നു, കോള് വരുന്നു. ഞാൻ ഫോൺ എടുക്കട്ടെ, വണ്ടി നിർത്തിയിട്ടുണ്ട്. ഹലോ, ജാക്സ പറയാ. എന്താടോ, എന്താ പ്രശ്നം? എന്താ അത് റേഞ്ചർ ഓർണർ 150 കോടിക്ക് പറയുന്നതാ. ഞങ്ങൾക്ക് 10 കോടിയുടെ പണി പോലും അതിൻ്റെ അകത്തില്ല. എന്നിട്ട് ഞങ്ങൾ 20 കോടി വെച്ചിട്ട് വണ്ടി ഇങ്ങ് ഇറക്കിക്കൊണ്ടു വന്നു. നെക്സ്ട്രോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, ഒന്നും നോക്കാണ്ടോ, ഈ സീനൊക്കെ ഞാൻ ഏറ്റോളാം. നീയൊക്കെ അവന്മാരെ വെട്ടി നോക്കിയിട്ടോ. എത്ര കൊലക്കുറ്റത്തിന് എത്ര പെട്ടി അടിക്കണോ ഞങ്ങൾ അടച്ചോളാം. ഞങ്ങളുടെ ഓർഡർ ആയിരുന്നു. അവന്മാര് എവിടെ കണ്ടാലും പിടിച്ചു നിർത്തിക്കോളും. അത്രേ ഉള്ളൂ. അണ്ണം പേടിക്കണ്ട. ഞാൻ എക്സ്ട്രോന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാർക്കൊന്നും ഒന്നും ചെയ്യാനറിയില്ല. അവന്മാർക്ക് കള്ളനെ പിടിക്കാനെന്നുള്ള പണി പറഞ്ഞിട്ടുള്ളതല്ല. എടാ, എന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലായിരുന്നു വരുന്ന വഴിക്ക്. എന്റെ വണ്ടിക്ക് അവന്മാർ ഉണ്ടാക്കി വെച്ച നഷ്ടത്തിന്റെ പൈസയുടെ ഇരട്ടിയാണ് അവന്മാർക്ക് കൊടുത്തേക്കുന്നത്. അതായത് 10 കോടിയുടെ പണി വരും ഇപ്പൊ ഈ BMW എന്തായാലും. കാരണം ഫ്രണ്ട് മൊത്തം ചളിക്കും. ഇതിനുള്ള പ്രതികാരം എന്തായാലും. ഹലോ, ഞാനും കോളേഡായി. എന്താ എടാ നെക്സ്റ്റ്, നീ എന്തെങ്കിലും അറിഞ്ഞോ? എന്നെ അവന്മാർ ചേസ് ചെയ്ത് എന്റെ BMW ഫ്രണ്ട് മൊത്തം ചളിക്കി. 10 കോടിയുടെ പണി അവന്മാർ നമ്മളെ ഉണ്ടാക്കി തന്നു. ഇതിന് പ്രതികാരം എന്തായാലും ചെയ്യാം.
ഗൈസ് ഇതിന് പ്രതികാരം നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും ഞാൻ സിറ്റി 1 നമുക്ക് വിടാം. ജാക്സാ ഹലോ പറയണ ജാക്സാ, അവന്മാരെ എന്താ ചെയ്യേണ്ടത് നിനക്കറിയാലോ? പിന്നല്ല വെട്ടി നിർത്ത്. പിന്നല്ല നമ്മുടെ നമ്മൾ ആരാണെന്ന് അവന്മാർക്ക് അറിയിച്ചു കൊടുത്തേക്ക്. അതെന്തായാലും ചെയ്യില്ല അണ്ണ. അണ്ണൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അണ്ണൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ചെയ്തിരിക്കും. അപ്പൊ ശരിടാ, എടാ നീ കൂടുതൽ സംസാരിക്കണില്ല, നീ ക്രാസോ സംസാരിക്കും കുറച്ച്. എടാ ജാക്സ ശരിയാ വെക്കോ, കാരണം എന്താ വെച്ചാലേ ഞാനൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ എന്തായാലും 150 കോടിയുടെ പണിയൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി പണിഞ്ഞെടുക്കാൻ ഇനി കൂടിപ്പോയ 1 കോടി. അപ്പൊ എന്തായാലും ബാബ്രോ ഈ വീഡിയോ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് പ്രതികാരമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതെ, വെയിറ്റ് ആൻഡ് സീ. ഇറ്റ്സ് മി യുവർ ക്രാഷ് ആൻഡ് നെക്സ്റ്റ് സൈനിങ് ഓഫ്.